ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫുൾ ഡേ റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ മാനേജ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്നെപ്പോലെ മടിയുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് മോട്ടിവേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സാധാരണ പോലെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നുമില്ല, ഒരു അവധി ദിവസമാണ്. ഇന്ന് രാവിലെ 5:15 എണീറ്റത്. പതിവ് പോലെ ഫ്രഷ് ആവലും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും മാറ്റി വെച്ചു. എന്നിട്ട് വേസ്റ്റൊക്കെ കളയാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, ഇന്നത്തേക്ക് വേണ്ട കറിവേപ്പില കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് കരുതി. ഈ ഒരു കറിവേപ്പില കുറച്ച് ദിവസം മുമ്പ് വരെ വളരെ മോശം അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട്. ഞാനതിനായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ കറിവേപ്പിലയുടെ തണ്ടൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞു പിന്നെ ഇതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ ഇല്ലേ, പച്ചക്കറിയുടെയും ഉള്ളിയുടെയും ഒക്കെ തോലൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പഴകിയ കഞ്ഞിവെള്ളവും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെയ്തത്. അപ്പോഴേക്കും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പുതിയ അതിഥികൾ വന്നിട്ടുണ്ട്, അവരെ ഒന്ന് തുറന്നു വിടട്ടെ. നേരത്തെ ചോറ് ബാക്കി വന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഇവർക്കുള്ളതാണ്. അപ്പോൾ ഫുഡൊക്കെ ഇപ്പോൾ എന്ത് വേസ്റ്റ് വന്നാലും എല്ലാം ഇവർ കഴിച്ചോളും. പിന്നെ മെയിനായിട്ട് ഇവരെ കൊണ്ടുള്ള നല്ലൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ പുല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വളർന്നു വരുമ്പോൾ തന്നെ ഇവർ കൊത്തി തിന്നോളും. ആ ഒരു പണി നമുക്ക് എളുപ്പമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ വാങ്ങിയത്. ഇനിയിപ്പോൾ കിവിക്കുട്ടനെയും ഒന്ന് പുറത്തേക്ക് ഇറക്കി. ഇപ്പോൾ പിന്നെ രാവിലെ നല്ല മഞ്ഞാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കിവിക്ക് തണുപ്പ് നല്ല ഇഷ്ടമാണ്. ചൂടാണ് തീരെ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു തുണി വിരിക്കുന്ന കമ്പിയിൽ ഇങ്ങനെ ബെൽറ്റ് ഇട്ടിട്ട് കിവിയെ കൊളുത്തിയിടും. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് ദൂരം പോകാനൊക്കെ പറ്റും. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബെൽറ്റിലിടുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലത്തേക്കുള്ള ചായ റെഡിയാക്കുകയാണ്. ചായ റെഡിയാവുന്ന ആ ഒരു ടൈം കൊണ്ട് ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗത്തെ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഡ്രൈ ആക്കി വെച്ചു. അപ്പോൾ ഇനി പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ടാവാമെന്ന് കരുതി. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചൂട് ചായ, അതും അടിച്ച് പതപ്പിച്ച ഒരു ചായ കുടിക്കാൻ എന്തുകൊണ്ട് നല്ല സുഖമാണ്. എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കുള്ള ചായയും കൊടുത്തു. എന്നിട്ട് ഞാനും റിലാക്സ് ആയിട്ടിരുന്ന് കുടിക്കുകയാണ്. അപ്പോഴേക്ക് ചെറിയ ആളും കൂടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നോട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവൾക്കുള്ള ചായയും കൊടുത്തു. അവൾക്ക് രാവിലെ എണീറ്റുടൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ടൈം ടേബിൾ പോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എഴുതിയാൽ അവരെന്തായാലും ചെയ്യില്ല. ഇതിപ്പോൾ രാവിലെ എണീറ്റുടനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കുക, പല്ല് തേക്കുക, മുടിയൊക്കെ വൃത്തിയായി ചീകി കെട്ടി വയ്ക്കുക. ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ പ്രേരിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവർക്കതൊരു ശീലമായി മാറുകയുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് അവളിപ്പോൾ അവളുടെ ചേച്ചിയോട്, അതായത് ഇക്കയുടെ ബ്രദറിൻ്റെ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചായ കുടിച്ച ശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അലക്കാനുള്ള തുണിയൊക്കെ എന്നിടാമെന്ന് വിചാരിച്ചു. അത് ചെയ്ത് കഴിഞ്ഞാൽ പണികളൊക്കെ കഴിയുമ്പോഴേക്കും അലക്കും കഴിഞ്ഞിട്ടുമല്ലോ. ഇന്നിപ്പോൾ പച്ചരി കൊണ്ടുള്ള ആ ഒരു ഷൂവപ്പവും പിന്നെ മുളക് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മുളക് ചട്നി പറ്റില്ല, അപ്പോൾ ഞാൻ പിന്നെ കിഴങ്ങറിയും കൂടി ഉണ്ടാക്കി. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് 2 കുഞ്ഞുള്ളി മാത്രമായിട്ട് മിക്സിയിൽ അരഞ്ഞു കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അമ്മയിലൊന്ന് അരച്ചെടുക്കുകയാണ്. ഉപ്പും ജീരകവും ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളി ചട്നിയാണ്. ഈ ഒരു ഷൂപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു മുളക് ചട്നി. ഇന്നത്തെ ആവശ്യത്തിലേക്കുള്ള മാവ് എടുത്തതിന് ശേഷം ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. മാവും കിഴങ്ങ് കറിയും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. എപ്പോഴും നമ്മൾ കറിയുടെ പരിപാടികൾ ആദ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ അധികവും ചെയ്യാറ് ബ്രേക്ക്ഫാസ്റ്റിന് കറി എന്താണ് അത് ആദ്യം റെഡിയാക്കി വയ്ക്കും. പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് ഉണ്ടാക്കുന്നത്. അതാണ് എൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അതാവുമ്പം ദോശയൊക്കെ ആണെങ്കിലും നമുക്ക് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണല്ലോ രസം ഉണ്ടാവുക.
അപ്പോൾ അത് കഴിക്കാൻ സമയമാവുമ്പോഴേക്കും ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇതാ ഇക്ക ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഇനി കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് വരണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള അരി കുക്കറിലേക്ക് കഴുകിയിടുകയാണ്. ഇത് റേഷൻ ചമ്പാവരിയാണ്. ഇതിപ്പോൾ ഈ ഒരു വൈറ്റ് കളറുള്ള അരി പോലുള്ള ഒരു സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇത് കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇത് അയൺ കണ്ടൻ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിപ്പ യൂസ് ചെയ്തിട്ട് അരി കഴുകുന്നത്. ഇതിലേക്ക് അരി തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് 2 തവണ കൂടി ഒന്ന് കഴുകുമ്പോഴേക്കും അരിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അരി കുക്കറിലേക്ക് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ഇതുപോലെ മൈൻഡിൽ അങ്ങനെ ഒരു പ്ലാനോട് കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ കുറച്ചുകൂടി സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളിലേക്ക് കടന്നു. ഈ മസാല ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകണം എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നാളായി. ഓരോന്നും തീർന്നതിന് ശേഷം കഴുകാമെന്ന് മാറ്റി വെച്ച് അങ്ങനെ മാറി മാറി പോയതാ. എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിനിടയിലായിരിക്കും പൊടികൾ തീരുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതിലേക്ക് നിറയ്ക്കാൻ നോക്കും. പിന്നീട് ആ ഒരു ബോട്ടിൽ കഴുകാമെന്ന് വിചാരിക്കും. പക്ഷെ അത് നടക്കുകയില്ല. ഇന്നിപ്പോൾ എല്ലാം ഇതുപോലെ ഓരോ പേപ്പറിലാക്കി മാറ്റിയ ശേഷം ബോട്ടിൽസ് എല്ലാം കഴുകാൻ വേണ്ടി മാറ്റി. ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽസ് ആയതുകൊണ്ട് തന്നെ കഴുകിയപ്പോഴേക്കും നല്ല നീറ്റായിട്ട് തോന്നി. മുമ്പ് ബ്രൂ കോഫി വാങ്ങിയതിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ ഇത്. പൊടികളൊക്കെ ഇതുപോലെ ഒരുപോലുള്ള കുപ്പികളിലാക്കി വെക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കളക്ട് ചെയ്തതാണ് ഈ ഒരു കോഫി ബോട്ടിൽസ്. അത്യാവശ്യം മൂടി നല്ല ടൈറ്റുമാണ്. ഇനിയിപ്പം നല്ല വെയിലത്ത് ഉണക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ആ മുകളിൽ നല്ല വെയിലുള്ള സ്ഥലം നോക്കി ഞാൻ ബോട്ടിൽസൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നീട് ബോട്ടിലുകളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് ഈ ഒരു പൊടികളൊക്കെ തട്ടിയിട്ട് കൊടുക്കുന്നത്. പേപ്പറിലാക്കിയത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് എളുപ്പത്തിൽ മാറ്റാനും പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ബോട്ടിൽസൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു തൃപ്തി തോന്നും കേട്ടോ അടുക്കളയിൽ പെരുമാറാനായിട്ട്. ഇതിൽ സെയിം കളറിലുള്ള പൊടികളുണ്ടാവില്ലേ, സാമ്പാർ പൊടി, ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പോൾ അത് മാത്രം ഞാനിതുപോലെ ബോട്ടിലിൻ്റെ അടിയിലായിട്ട് ലാബിൽ ചെയ്തിട്ടുണ്ട്, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അഥവാ ഡൗട്ട് തോന്നുകയാണെങ്കിൽ ബോട്ടിലിൻ്റെ അടിയിൽ നോക്കിയാൽ മതിയല്ലോ. പിന്നെ അടുത്ത ക്ലീനിങ് ചെയ്തത് ഈ ഒരു ലൈബ്രറി ഏരിയയിലാണ്. മോള് വായിക്കാനായിട്ട് ബുക്സ് ചോദിച്ചപ്പോഴാണ് ഇതൊന്ന് അടുക്കി പെറുക്കി വെക്കാനുള്ളൊരു ബോധോദയം ഉണ്ടായത്. കുറേ പഴയ CD-യും DVD-യും ഒക്കെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി ബുക്സ് മാത്രം തരംതിരിച്ച് ഒന്ന് അടുക്കി വെക്കാമെന്ന് കരുതി. അതാവുമ്പം മക്കൾക്ക് പെട്ടെന്ന് ബുക്സ് എടുക്കാനും വായിക്കാനും ഒക്കെ കുറച്ചുകൂടി സൗകര്യമായിരിക്കുമല്ലോ. ഇതിൽ പഠിക്കാനുള്ള ബുക്സും സ്റ്റോറി ബുക്സും ഡൈജസ്റ്റ് പോലുള്ളതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ സെക്ഷനായിട്ട് അടുക്കി വെച്ചു. മോള് അവൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോയി. ഒരുപാട് പുസ്തകങ്ങളൊന്നുമില്ല, എങ്കിലും ഉള്ളത് ഞാൻ നീറ്റായിട്ട് അടുക്കി വെച്ചു. അങ്ങനെ ആ ഒരു ഏരിയ കവർ ചെയ്തു. അപ്പോഴേക്കും അലക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വെയിലാണിപ്പോൾ. ഇവിടെ ഇപ്പോൾ അങ്ങനെയാണ്, രാവിലെയൊക്കെ നല്ല മഞ്ഞും അത് കഴിഞ്ഞാൽ ഈവനിങ് ഒരു 4 മണി വരെ ഭയങ്കര വെയിലുമാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തുണികളൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ട് താഴേക്ക് വന്നു. അവധി ആയതുകൊണ്ട് തന്നെ മക്കളിതാ കുറച്ച് നേരം ഒന്ന് TV കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും വായിക്കാനോ പഠിക്കാനോ ഒക്കെ ഇരിക്കും. ലഞ്ചിനുള്ള മീൻ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മറ്റ് ക്ലീനിങ് പരിപാടികൾ ചെയ്യുവാണ്. ഓരോ മുറികളും പൊടി തട്ടി അടിച്ചു വാരൽ മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ജനാലകൾ തുടയ്ക്കലും നിലം തുടയ്ക്കലും തുടങ്ങി മറ്റ് ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ലഞ്ചിൻ്റെ പണി ബാക്കിയുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒറ്റ ദിവസം നടക്കില്ല. ബാക്കി ക്ലീനിങ് ഒക്കെ അടുത്ത ദിവസമാണ് ചെയ്യുന്നത്. എന്നാൽ ജനാലയൊക്കെ ജസ്റ്റ് ആ ചൂല് വെച്ചിട്ട് തന്നെ ഒന്ന് പൊടി തട്ടിയതിന് ശേഷം മുറികളും ഈ ഒരു ഹാളും എല്ലാം അടിച്ചു വാരിയിട്ടു. ഓരോ മുറികളും അടിച്ചു വാരുന്ന സമയത്ത് തന്നെ ബെഡ്ഷീറ്റ്സ് നേരെ വിരിച്ചിടും. മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ പരന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതാത് സ്ഥാനത്ത് എടുത്തു വയ്ക്കും. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുക്കള മാത്രം കുക്കിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഡെയിലി ഒന്ന് തുടച്ചിടും. മറ്റ് ഏരിയകളൊക്കെ 3 ഡേയ്സ് കൂടുമ്പോഴാണ് തുടയ്ക്കാറ്. കാരണം ഇതിനിടയിൽ നമുക്ക് മറ്റു കാര്യങ്ങളും കൂടി വരുന്നുണ്ടല്ലോ, ബാത്റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് തീരെ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ അരി വടിച്ചിട്ടു.
ഇനിയിപ്പോൾ ഇതാ മുരിങ്ങയില തോരൻ ഉണ്ടാക്കുകയാണ്. തലേ ദിവസം റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മുരിങ്ങയില തോരൻ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് സവാള ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ സാധാരണ മുരിങ്ങയിലേക്ക് ഒരു ചെറിയൊരു കയ്പ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ പൊതുവേ അങ്ങനെ ഇഷ്ടമല്ല എല്ലാവർക്കും ആ ഒരു കയ്പ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം സവാള ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു തോരൻ കഴിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ അധിക നേരമൊന്നും മൂടി വെച്ച് വേവിക്കണമെന്നില്ല, അതിൻ്റെ ആ ഒരു പച്ച നിറം തീരെ മാറുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് വഴറ്റി കുക്ക് ചെയ്തെടുത്തു. പിന്നെ ഇതിപ്പോൾ ഇതാ കൂമ്പ് തോരനാണ് കേട്ടോ. അതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ജീരകപ്പൊടിയും കറിവേപ്പിലയും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട്. തോരനൊക്കെ റെഡിയാവുന്നതിനിടയ്ക്ക് ഒക്കെ മീൻ കൊണ്ടുവന്നു. അപ്പോൾ മീൻ മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഇന്ന് കിട്ടിയത് മത്തിയാണ് കേട്ടോ. അപ്പോൾ മത്തി ഇഷ്ടമുള്ളവരുണ്ടോ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കറി വെക്കണം, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനും എടുക്കണം. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ മത്തി മുളകിടുന്നതിൻ്റെ രീതി ഞാൻ ചെയ്യുന്നത് കുറച്ച് കുറുകിയ ചാറോട് കൂടിയൊരു കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് എൻ്റെ ചാനലിലെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ കൂടി ആ ഒരു സമയത്ത് പരന്നു പോയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അത് ആ പുളി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പുളി ഇടുന്ന ഭരണി ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് കഴുകി വെച്ചതാണ്. അപ്പോൾ നമ്മളിതുപോലെ ഒഴിയുന്ന ആ ഒരു ബോട്ടിൽസ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ജാറുകളായാലും ആ ഒരു സമയത്ത് നമ്മൾ കഴുകി നീറ്റാക്കി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് അടുത്ത് സാധനങ്ങൾ നിറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ ഇതാ മത്തിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫിഷ് ഫ്രൈയും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതാ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയും പിന്നെ മത്തി പൊരിച്ചതും പപ്പടവും അച്ചാറും പിന്നെ 2 ഐറ്റം തോരനും ഒക്കെ ഉണ്ട്. നല്ല വിഭവസമൃദ്ധമായ ഒരു ഉച്ചഭക്ഷണം തന്നെയാണ് ഇന്ന്. മക്കൾക്കും ഇക്കാക്കുള്ള ഫുഡ് ആദ്യം കൊടുത്തു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരവും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചത്. അപ്പോൾ കുറച്ച് ലേറ്റായി. ഏതായാലും മത്തി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു തോരനൊക്കെ അതുമായിട്ട് നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന കറികളാണ്. ഇനിയിപ്പോൾ ഇതാ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പണികളാണ്. അപ്പോൾ ആ ഒരു സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. ഈ ഒരു ഹോബിൻ്റെ ഗ്ലാസ് ടോപ്പ് തുടയ്ക്കാനായിട്ട് ഞാനിപ്പോൾ വിം ലിക്വിഡാണ് കേട്ടോ ഉപയോഗിച്ചത്. അല്പം ഡയല്യൂട്ട് ചെയ്തിട്ട് അതിങ്ങനെ തുടച്ചെടുക്കലാണ്. അപ്പോൾ എന്തെങ്കിലും ഹാർഡ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഇതുപോലെ കമ്പിച്ചകിരി വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. ഇതിലും ബെറ്ററായ കുറച്ചുകൂടി ക്ലീൻ ആവുന്ന തരത്തിലുള്ള ലിക്വിഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ആ ഒരു ക്ലീനിങ്ങും കഴിഞ്ഞു. ഉച്ചക്കത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വൈകുന്നേരം കിച്ചണിലേക്ക് കയറിയാൽ മതി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇതിപ്പോൾ ഈവനിങ് ആണ്. വൈകുന്നേരം ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ഇപ്പം നല്ല ചൂടല്ലേ, അതുകൊണ്ട് തന്നെ ഒരു നേരം, അതായത് വൈകുന്നേരം ഒന്ന് നനച്ചു കൊടുക്കാറാണ് പതിവ്. മക്കൾ മദ്രസയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ചായ കുടിക്കാറ്. അപ്പോൾ ഇതിപ്പം വേറെ പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ചെറിയ മോള് തേങ്ങ കൊണ്ടുള്ള മുട്ടായി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാനത് റെഡിയാക്കുന്നതിനിടയിൽ മക്കളിതാ മദ്രസ വിട്ട് വന്നു. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുള്ള ഒരു തേങ്ങാ മിഠായിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള റെസിപ്പി ഇതാണോന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ശർക്കര പാവ് കാച്ചിട്ട് അതിലേക്ക് തേങ്ങയും ഏലക്കയും മിക്സ് ചെയ്തിട്ട് നല്ലോണം വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് തണുത്തപ്പോഴേക്കും നല്ല ബലം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ദാ സാറ്റർഡേ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇതുവരെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മഴ തുടങ്ങിയോ എന്നൊരു ഡൗട്ട്. കുറേ നാളുകൾക്ക് ശേഷം മുടങ്ങിപ്പോയ നടത്തം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ദാ മഴയായി. എന്തെങ്കിലും കാര്യം ഇതുപോലെ ചെയ്യാൻ തുടങ്ങുമ്പം ഇങ്ങനെ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? കമൻറ്റ് ചെയ്യണേ.
അങ്ങനെ ഇതാ മഗ്‌രിബായിട്ടുണ്ട്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഡിന്നർ കഴിക്കുകയാണ്. ഡിന്നറിന് ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പുറത്തുനിന്ന് ഫുഡ് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ്. മക്കൾ ആ ഒരു സമയം പഠിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളും. പതിവായിട്ട് ഈ ഒരു ഫാസ്റ്റ് ഫുഡൊന്നും വാങ്ങി കഴിക്കുന്നത് ഹെൽത്ത് വൈസ് അത്ര നല്ലതല്ല എന്നറിയാം. എങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്രേവിങ്സ് വരാറില്ലേ? ആ ഒരു സമയത്ത് അങ്ങനെ വാങ്ങുന്നതാണ്. ഇതിപ്പോൾ ഇക്കാടെ തറവാട് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. കുഴപ്പമില്ല, നല്ല ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ് അവിടുത്തത്. പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റാണ്. പൊറോട്ട ആയതുകൊണ്ട് തന്നെ രാത്രി ഡൈജഷനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഹെവി ആയിട്ടൊന്നും ആരും കഴിച്ചിട്ടില്ല. 1-2 ഒക്കെ കഴിച്ചിട്ടുള്ളൂ. ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഫിലിമൊക്കെ കാണുകയാണ് കേട്ടോ. പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ആ ഒരു ഫിലിമാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നിട്ട് സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.